സയൻസ് ലാബിന്ന് നമ്മളെ സയൻസ് ലാബ് വിറ്റ് മാനവേദ സ്കൂളില് ഞാൻ പഠിക്കുന്ന ടൈമില് സയൻസ് ലാബ് മാറ്റിയാണ്. അപ്പൊ എന്ത് ചെയ്തു, അമോണിയ ബാക്കിയുണ്ട്. മലയാളിയാണല്ലോ, വെറുതെ ഇട്ടിയാലും അമോണിയം കുടിച്ചു. അതേപോലെ ഞാൻ എന്ത് ചെയ്തു, അമോണിയെങ്കിൽ അമോണിയ, എത്തിനാ അമോണിയ ആലോചിച്ചു. അത് നിന്റെ ബുദ്ധി. ഞാൻ അമോണിയ കൊടുത്തിട്ട് എന്ത് ചെയ്തു, അമോണിയ സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് ഗ്രൗണ്ടിൽ പോയി എല്ലാരും സാപ്റ്റമെന്റ് അടിച്ചു കൊടുത്തു. അതില് 2-3 ആൾക്കാരെ കളർ പോയി, 2-3 ആൾക്കാര് ഫെയിന്റ് ആയി വീണു. ആന്ന് ഒരു നാട് മൊത്തം പ്രശ്നം ഉണ്ടാക്കി ഞാൻ, നാട്ടുകാര് മൊത്തം പേരന്റെ അവിടെ. ഇതൊന്നും ആലോചിച്ചത് അത്ര മണ്ടത്തരം ഓൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അന്ന് എനിക്ക് 18-16 വയസ്സാ. അപ്പൊ ഞാൻ പറയാനുള്ളത് വെച്ചാല്, ഓരോ പ്രായക്കാരെ എനിക്ക് പറയാനുള്ളത്, ഓഡിയൻസ് ജഡ്ജ്മെന്റിൽ ആവരുത് എന്നുള്ള എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഞങ്ങളോട് അച്ചട്ടായിട്ട് പറയണമെന്നില്ല, നിങ്ങളെ ഇഷ്ടമാണ്, കാണികൾക്ക് അവരുടെ അധികാരമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ എന്നാലും ഒരാളെ പേഴ്സണലി പറയുമ്പോ അതിനൊരു ലിമിറ്റ് വെക്കാം. അത് ആരാണ്? പിന്നെ എനിക്ക് പറയണമെന്ന് വെച്ചാല്, ഇന്നല്ലേ എന്തും പറഞ്ഞോളൂ, ഒരു വിഷയമല്ല, ഒരു തേങ്ങാ കൊല്ലില്ല എനിക്ക്. കാരണം ഞാൻ പറയട്ടെ, ഞാൻ ഇക്കൊല്ലം കാണാനല്ല എന്റെ ഏറ്റവും പീക്ക് കണ്ട മനുഷ്യനാണ്. ആൾക്കാർ ഇഷ്ടപ്പെടാതെ എങ്ങനെ ഉണ്ടാവും, ആൾക്കാർ പറ്റാതെ ഓരോന്ന് പറയണം, ഇഷ്ടപ്പെട്ട എങ്ങനെ ഉണ്ടാവും, എല്ലാം അനുഭവിച്ച ആളാണ്. എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു തേങ്ങാ കൊല്ലില്ല. പക്ഷെ എന്റെ ഒപ്പമല്ലോ പറയുമ്പോ ഓല് ഇതിക്ക് കൂടുതലായിട്ട് ഇതിൽ വന്ന ആൾക്കാരല്ല. പക്ഷെ ഇതേപോലെയാണ് അന്ന പറയുമ്പോ ഞങ്ങൾക്ക് ഫീൽ ചെയ്യണതേ. ഞമ്മക്ക് നമ്മള് പറഞ്ഞ കുഴപ്പമില്ല, പക്ഷെ നമ്മളൊപ്പല്ലോ പറയുമ്പോ എല്ലാവർക്കും അങ്ങനെ ഫീൽ ആവും. മനസ്സിലായി. അപ്പൊ ഒപ്പല്ലോ നമ്മളെ കൂടെ നിൽക്കണ പോലെ അങ്ങനെ ആരും ഒന്നും പറയാതെ വെക്കണ്ടാവും. അപ്പം എനിക്ക് പറയാം, നമ്മളിപ്പോ ചില കേരളത്തിലെ ഏറ്റവും